ഹലോ ഹായ്. ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ഞാനിപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ഒരു ദിവസം പോകുന്ന ദിവസം ചെയ്യുന്നതെന്ന് കാണിക്കുന്നത് കേട്ടോ. ഇപ്പം എൻ്റെ സ്കിന്ന് പൊതുവെ ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് മോയ്സ്ചറൈസർ അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഞാനിപ്പം അതിനുശേഷം സൺസ്ക്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൺസ്ക്രീന് ലാക്മിയുടെ സൺസ്ക്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉള്ളതാണ്, പക്ഷേ എന്താ പറയുക, ഒന്ന് നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ അത് നല്ല അടിപൊളി സെറ്റാണ്. പിന്നെ അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഐബ്രോസ് ഫില്ല് ചെയ്യാനാണ് പതിവ് ഫസ്റ്റ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് PACയുടെ പാലറ്റാണ് കേട്ടോ. PACയുടെ ഐബ്രോ പാലറ്റാണ്. അതിൽ ഈ ഷെയ്ഡും ഈ ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൂടുതലും എനിക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. ബാക്കി അപ്പോൾ ഇതൊക്കെ എങ്ങനെ തീർന്നെന്ന് നിങ്ങൾ വിചാരിക്കും. ഇതൊക്കെ ഞാൻ ഫോട്ടോഷൂട്ട്സിനും മറ്റേ മാരേജ് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് തീർന്നു പോയത്. ഇത് രണ്ടും ആണ് ഞാൻ പൊതുവെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തിട്ട് കാണിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്തതുണ്ടോ. നമ്മുടെ ഫേസിന് ഒരു ഡെഫിനേഷൻ കിട്ടുന്നെങ്കിൽ നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഉള്ളതൊക്കെ കറക്റ്റ് ആവും. നമ്മുടെ ഫേസിനൊരു ഡെഫിനേഷൻ വരും. ഇപ്പൊ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് പിഗ്മെന്റേഷൻ കുറവായിട്ടുള്ള, അത് മെലാനിൻ കണ്ടന്റ് കുറവായതുകൊണ്ടാണ്. എനിക്ക് കുറച്ച് തിക്നെസ് ഉണ്ട്, പക്ഷേ കളർ കുറവാണ്. സോ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇനി ഞാൻ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാറില്ല. ഇനി നമുക്ക് നേരെ തലമുടി ഇടാം. തലമുടി അങ്ങനെ ഞാൻ കെട്ടാറില്ല. ഇങ്ങനെ പൊതുവേ ഓപ്പൺ ഹെയർ ആണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനെ ഓപ്പൺ ഹെയർ ആയിട്ടാണ് ഇടാറുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് തൊണ്ടവേദന കേട്ടോ. 2-3 ദിവസം മുന്നേ പൊടി അടിച്ചായിരുന്നു. അങ്ങനെ ശബ്ദം ഫുൾ അടഞ്ഞുപോയി. ഇപ്പൊ അതിന് കുറച്ചായിട്ട് തുറന്ന് വരുന്നേ ഉള്ളൂ. അതുകൊണ്ടൊരു വേറെ ശബ്ദം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യട്ടാ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ആകപ്പാടെ ചെയ്യുന്ന മേക്കപ്പിൽ നിന്ന് ഐബ്രോസ് മാത്രം ഫില്ല് ചെയ്യാറാണ് പതിവ്. വേറെ ഒരു മേക്കപ്പും എനിക്ക് അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ചിലപ്പോൾ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ കണ്ണൊന്ന് എഴുതും. എന്നുവെച്ചാൽ എൻ്റെ മോളോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും നിന്റെ കണ്ണൊരുമാതിരി ഇരിക്കുന്നത് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് സ്വയം തോന്നുമ്പോൾ മാത്രം ഞാൻ കണ്ണെഴുതും. അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് മേക്കപ്പൊന്നും എനിക്കില്ല. ലിപ്സ്റ്റിക്കിന് ഞാൻ വളരെ റയറായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ്. അപ്പം ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയായി. ഷോപ്പിൽ പോകാൻ വേണ്ടി റെഡിയായി. ഇനി ഇതിൻ്റെ മേലൊരു